That's me. You're probably wondering how I ended up in this situation. Yo guys, welcome back to my new vlog. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബിജിൽ ഫ്രണ്ട് ഇരിപ്പുണ്ട്, ബിജിലുണ്ട്, ജിബിനച്ചനുണ്ട്. ഞങ്ങൾ എറണാകുളത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. എറണാകുളത്ത് വണ്ടർലയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ നാളത്തൊരു ആഗ്രഹം. ഞാനും ജിബിനച്ചനും എനിക്ക് തോന്നുന്നു 2017 ബിജിൽ എപ്പോഴാണ് പോയിട്ടുള്ളത്? +2 ഓ അപ്പം അപ്പോൾ ആയിരിക്കും 2017. അപ്പോൾ ബിജിൽ 2017 ആ സമയത്തൊക്കെയാണ് പോയിട്ടുള്ളത്. ഒരു 9 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ വണ്ടർലയിൽ പോകാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ കുറേ നാളായിട്ട് പ്ലാനിങ് ഒക്കെ തുടങ്ങിയിട്ട്, പക്ഷേ ഇന്നാണ് സാധിച്ചത്. അപ്പോൾ ഞങ്ങളിപ്പോൾ എറണാകുളത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തെ പരിപാടിയാണ്. ഞങ്ങൾ ഇന്ന് വണ്ടർലയിൽ പോയിട്ട് നാളെ എറണാകുളത്ത് ഇച്ചിരി പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് പരിപാടികളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വൈകുന്നേരം ഞങ്ങൾക്ക് അവിടെ ഒരു ഫിഫയുടെ ഫൈനലല്ലേ, അപ്പോൾ വേൾഡ് കപ്പ് ഫൈനൽ ഞങ്ങളിവിടെ ഫോറം മോളിൽ വെച്ച് കാണാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാ. ജീവനച്ചാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? അതിന് എടുത്തിട്ടില്ല. അപ്പോൾ എടുക്കണം. ഞങ്ങൾ 3 പേരും കൂടെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇപ്പോൾ സംഭവം ഞങ്ങൾ എവിടെ ഇപ്പോൾ കോന്നി എടുക്കാറായി കേട്ടോ. കോന്നിയിൽ നിന്ന് ഒരു ഇച്ചിരിയും കൂടെ കഴിഞ്ഞ് ചായ കുടിക്കാൻ അവിടെ നിന്ന് എത്താം. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര മണിയാകുമ്പോഴത്തേനും എത്തുക വെച്ചാൽ മാപ്പിൽ എത്ര കാണിക്കുന്ന സമയം? 9:57, 10 മണി. 11 മണിക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകും. 10 മണി ഇതിനകത്ത് കാണിക്കുന്നത്. 10 മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം. അറ്റാർ ഇതാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ നൈലോൺ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങി. ഞാൻ മാത്രമല്ല, ജീവനച്ചനും ബീച്ചിലും അതിന് ഫുൾ ബ്ലാക്ക് സ്കോഡാണ്. ഇന്ന് അവിടെ ചെന്നാൽ ഫുൾ ബ്ലാക്ക് സ്കോഡായിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ അതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. വീഡിയോ എടുക്കാൻ പറ്റിയാൽ നിങ്ങൾ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കാം. പിന്നെ ഞങ്ങൾ എടുത്തേക്കെന്ന് വെച്ചാൽ ഫാസ്ടാഗ് ആണ് കേട്ടോ. ഫാസ്ടാഗ് ആയതുകൊണ്ട് കുറച്ചും കൂടെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെയൊക്കെ ഓരോ പ്രിവിലേജസ് ഉണ്ട് ഈ ഫാസ്ടാഗിന്. നമുക്ക് എന്തായാലും നോക്കാം. മിക്കവാറും അവിടെ വരുന്നവരെല്ലാം ഫാസ്ടാഗ് എടുത്തോണ്ട് വരും. അപ്പോൾ പ്രിവിലേജൊക്കെ എടുത്ത് തോട്ടിലെറിയാം, ആ ഒരു അവസ്ഥയാവും. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം ഗൈസ്. ബിജിലിന് വിശന്നിട്ട് ഞങ്ങൾ അടുത്തൊരു ഹോട്ടലിൽ കയറി നിർത്തിയിരിക്കുകയാണ്. എനിക്ക് വിശന്നില്ല, ബിജിലിനൊക്കെ. എനിക്ക് പൊറോട്ട, ബീഫ് റോസ്റ്റ് ഉണ്ടോ? പിന്നെ ബീഫ് ചാപ്സ് എത്ര കാണും? പോർഷൻ എത്ര? പിന്നെ ട്രൈസെപ്സ്. ഓ മൈ ഗോഡ്, മുസൽമാൻ. അയ്യോ, മസൽമാൻ. കാണിക്കടാ. പിന്നെ എന്തിനാടാ മസിൽ? കഴിക്കട വെച്ചിട്ട് തുടങ്ങി ഒരു സൈഡിൽ നിന്ന്. ഇതെത്ര? ഈ താറാവാന്ന് തോന്നുന്നു. ഇത് ബീഫും മറ്റേത് താറാവും. ബാക്കി ഉച്ചക്കിരുന്ന് സംഭവം ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ലല്ലോ. ഇത്രയും ക്വാണ്ടിറ്റി എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഞാൻ. പൊതുവെ അപ്പുറത്തെ കടയിൽ ഇച്ചിരി കിട്ടത്തുള്ളായിരുന്നുള്ളൂ, പക്ഷേ ഇവിടെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഗൈസ്. എന്തായാലും കൊള്ളാം. നമ്മളെന്തായാലും 1 മണിക്കൂറിനുള്ള വക ആയല്ലോ. 1 മണിക്കൂർ തിന്നാൻ. നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ഇത് തീർക്കാൻ പറ്റുമോ. പീസ് എടുക്കടാ, ഗ്രേവി അധികം എടുക്കും. പീസ് ഗ്രേവി കിടന്നാലും സാരമില്ല, കഷ്ണം തിന്നോണം. അതെ, ഇന്ന് വെള്ളത്തിൽ ചാടാനുള്ളതല്ലേ, അപ്പോൾ നല്ലോണം പ്രോട്ടീൻ അടിക്കാം. കഴിക്കുന്നുണ്ട്. പീസ് മുങ്ങി തപ്പണം. ഗ്രേവി കൂടുതലാണ്, ഇതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ആകെ വിഷയമാവുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ് മക്കളെ. ഇനി ബിജിലാണ് നമ്മുടെ സാരഥി.
ഇനി ബിജിലാണ് ഞങ്ങളെ വഴി നയിക്കാൻ പോകുന്നത്. ജിബിൻ അച്ചാച്ചൻ ബാക്കിൽ ഹൈബർനേഷൻ മോഡിലോട്ട് പോവാണ്. ഞാൻ എൻ്റെ ഹൈബർനേഷൻ മോഡ് കഴിഞ്ഞ് ഞാൻ നല്ലോണം ഉറങ്ങിയായിരുന്നു വരുന്ന വഴിക്ക്. അതുകൊണ്ട് എൻ്റെ മുഖമൊക്കെ ഒരുമാതിരി വല്ലാണ്ടിരിക്കുന്നു. ഇനി ബിജിലാണ് ഓടിക്കുന്നത്. എൻ്റെ അമ്മേ, സമയം എത്ര? 10:30 കാണിക്കുന്നത്. കറക്റ്റ് 1 മണിക്കൂർ ഡിലേ വന്നു. അരമണിക്കൂർ ഡിലേ വന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്ത്. ടൈമിങ് അതെ, ടൈമിങ് പക്കയാ. ഇനി എവിടെയെങ്കിലും ബ്ലോക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അറിഞ്ഞൂടാ. ഇതുവരെ എല്ലാം ഓക്കെ. സിറ്റി കയറണോ വെച്ചാ? വേണ്ട, അപ്പോൾ ബ്ലോക്ക് കാണത്തില്ല, വിഷയമില്ല. യെസ്, അപ്പോൾ ഇതൊക്കെയാണ്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു വിജിലെ? നല്ല ക്വാളിറ്റി ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ അന്ന് വന്നപ്പോഴും നല്ലതായിരുന്നു. അന്ന് ഞങ്ങൾ പിന്നെ വലുതായിട്ട് കഴിച്ചില്ല. മുട്ടക്കറിയും മുട്ട ചാപ്സും പിന്നെ അല്ലയോ? ആണോ? നിങ്ങൾ ഇത്രയും കഴിച്ചിട്ടല്ലേ? ഓ, നല്ല ഫുഡ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഞങ്ങൾക്ക് ഇപ്പൊ 3 പേർക്ക് ഇത്തിരി കൂടുതൽ. ലഞ്ച് അല്ല, ഡിന്നർ ആണെങ്കിൽ ഓക്കെ. നമുക്ക് ബിജിൽ ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റ് ആയിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിയാട്ടോ. പക്ഷെ വെജിറ്റേറിയൻ അവൻ കൂടുതൽ ഇത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങളുടെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്ര കിട്ടിയാലും ഞങ്ങൾ കഴിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്, ബിജിലിങ്ങനെ. അതെ, നോക്കുമ്പോൾ എല്ലാവരും എന്തോ വർക്കൗട്ട് ചെയ്യുന്നു, ജിമ്മിൽ പോകുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ അതുപോലെ കഴിക്കുന്നുണ്ട് ഞങ്ങൾ. അത് വേറൊരു കാര്യം. പക്ഷെ പ്രോട്ടീനായിരുന്നു ഇതൊക്കെ. പ്രോട്ടീൻ ഇന്ന് അവിടെ പോയി ചാടാനുള്ളതില്ലേ, അപ്പോൾ ഇച്ചിരി പ്രോട്ടീനൊക്കെ ആകാം എന്ന് വെച്ചു. ഇത് അപ്പോൾ ഈ കട വരുന്നത് കേട്ടോ, ഈ 5 മൈൽ കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ പുലരി റെസ്റ്റോറൻറ്റ് എന്ന് പറയും. ദ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്. എനിക്ക് എന്ന് വെച്ചാൽ നല്ല അവിടുന്ന് എത്ര വട്ടം ഞാൻ കയറിയിട്ടുണ്ടോ, എനിക്ക് നല്ല ഇതൊക്കെ കിട്ടിയിട്ടുള്ളൂ, നല്ല ഫുഡൊക്കെ കിട്ടിയിട്ടുള്ളൂ. അന്ന് വന്നപ്പോഴും ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞങ്ങൾ പുലരി തന്നെ കയറിയത്. ആൻഡ് നല്ലതായിരുന്നു. അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ, ഇല്ലയോ? കുറച്ചും കൂടെ ഒരുപാട് ഇതാവുമ്പോഴത്തേന് ചില ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സൊക്കെ ഉഴപ്പാൻ തുടങ്ങും പല കാര്യങ്ങളിലും. ഇവർ പണ്ടോട്ടേ ഉള്ളവരാ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടുത്തെ ആൾക്കാരുടെ ഇടയിലേ അത്യാവശ്യം നല്ല ഒരിതുണ്ട്, ഇവർക്ക് പേരുണ്ട്. ഇതൊരിക്കലും പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. ഞങ്ങൾക്ക് ആരും പൈസ ഒന്നും തന്നിട്ടത്. ഞങ്ങൾ കാശിനാണ് നിന്നേ, പൈസ കൊടുത്താന്നേ നിന്നേ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളടുത്ത് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ കൂടെ ഒക്കെ പോവുകയാണെങ്കിൽ നിങ്ങളൊരു ഹോട്ടൽ തപ്പി നടക്കുക, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് കയറിയാൽ മതി എന്ന് ഞാൻ അതേ ഉദ്ദേശിച്ചുള്ളൂ. പറഞ്ഞ് ഞാനങ്ങ് കടന്ന് കയറി പറയാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ 1.5-2 മണിക്കൂറുണ്ട് ഇവിടുന്ന് എറണാകുളത്തേക്ക്. ദൈവമേ, ഞങ്ങളിപ്പോൾ സംസാരിക്കുമായിരുന്നേ. ഞങ്ങളിപ്പം ഇനിയിപ്പം വണ്ടർലല്ലേ പോകുന്നത്. 2 റോളർ കോസ്റ്റർ അടിക്കുമ്പോഴത്തേന് ഈ കഴിച്ച ബീഫും ചാപ്സും പൊറോട്ട എല്ലാം അതുപോലെ ഞങ്ങൾക്കിപ്പോൾ ബിജിൽ അപ്പുറത്തിരിക്കുന്നു, ബിജിലും തെറിക്കുന്നു, ഞാനും തെറിക്കുന്നു. ഇന്ന് ചാപ്സ് മേളമായിരിക്കും വണ്ടർലേ. സത്യം വയറിച്ചിരി കൂടുതൽ നിറഞ്ഞതുപോലെ. ഇനി ഞങ്ങൾ ഓർത്തില്ല. ഇനിയിപ്പം അവിടെ ചെന്നിട്ട് കുത്തി മറിയുമല്ലേ, തല കുത്തി നിൽക്കേണ്ട സ്പേസ് ഗണ്ണൊക്കെ ഉണ്ടല്ലോ. കുറച്ചു നേരം തല കുത്തി നിൽക്കുമ്പോഴത്തേന് ജിബിനച്ച തന്നെ ശരിയാവും. ജിബിനച്ചൻ കയറി കഴിഞ്ഞാൽ പതയും വരും. പിന്നെ അടുത്ത സൺറൈസ് ഹോസ്പിറ്റലിൽ തപ്പി ഇറങ്ങി. ഡമ്മേ, എന്താ ദൈവമേ. ഇനി 1 മണിക്കൂറും കൂടെ. 1 മണിക്കൂറിനുള്ളിൽ എത്രയും പെട്ടെന്ന്. ബിജിലാണ് ഓടിക്കുന്നത് കേട്ടോ. കറക്റ്റ് ടൈമിങ് 10:38 ഒരു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടില്ല. 1 മണിക്കൂർ മുമ്പ് നോക്കിയപ്പോഴും 10:38 അറൈവൽ കാണിച്ച് ഇപ്പോഴും 10:38. കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല. കൃത്യം. പറഞ്ഞു കൊടുക്കുവാന്നോ? ദൈവമേ, മാസ് ഇതൊക്കെയാണ് മാസ്. എന്താ ദൈവമേ, ആ മേളിയിരുന്ന് പറഞ്ഞു കൊടുക്കുക. ടീം വർക്കാ.
ലെഫ്റ്റ് റൈറ്റ് എന്റെ ദൈവമേ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. എന്ത് സാധനം എവിടെന്നാ ഓടിച്ചോണ്ട് വരുന്നവൻ ഇതിനകത്ത് കഴിവേറി തന്നെ. ഇവിടുന്ന് എൻട്രൻസ് അകത്തോട്ട് മേളിലോട്ടാണ്. യെസ്, അങ്ങനെ ഞങ്ങൾ എത്തിയല്ലോ. പാർക്കിംഗ് ഫുള്ളാണ്. ഓക്കെ ഓക്കെ, ആ ഒന്നിച്ച് വരാം, കുഴപ്പമില്ല. താഴോട്ട് നോക്കോ, ഫുള്ളായി. 120 രൂപയ്ക്കോ മോനെ? കച്ചവടം. തുണി, ഡ്രസ്സ്. ഓ, ഇവിടെ വേറെ വിശാല പാർക്കിംഗ് അച്ഛാ. കണ്ടേ ഇങ്ങനെ കിടക്കുന്ന കണ്ടില്ലേ? ദൈവമേ, ഇതെന്തോ എയർപോർട്ടോ? ഇതൊക്കെ എപ്പോ വന്നടാ? സേഫ് ആയിരിക്കും. ഇവിടെ CRPF കാരൊക്കെ ഉണ്ടല്ലോ. ആൾക്കാർ കാണുന്നിടത്തെ വണ്ടി വെക്കാവേ. ദൂരെ അകത്തി മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഈ മൂലക്കിടും. അങ്ങറ്റത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും കാണേണ്ട നടന്നാലും ആരും അറിയത്തില്ല. ഇതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആൾക്കാർ കാണുകയെങ്കിലും ചെയ്യും. ബിജലിന്റെ വസ്ത്രാക്ഷേപം. ഇതുവേണ്ട, ഇത് നടു റോട്ടിലാണോ ഈ പരിപാടി കാണിക്കുന്നത്? ഛേ, അശ്ലീലം. ചിരിക്കുന്ന ഫോൺ എന്തി? ഓ സോറി. ആ, തിരിച്ചരും വേണം. മാറിയിടണ്ടേ? എല്ലാവരും സെറ്റായിട്ടുണ്ട്. ഞാൻ സെറ്റായിട്ടുണ്ട്. മഴക്കോളുണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഇന്ന് കിടക്കാച്ചി കാലാവസ്ഥയായിരിക്കും നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ആ, ഇട കൈ പിടിച്ചോണ്ട് നടക്കുന്നതിന് അവിടെ ചെന്നിട്ട് വരിക. എൻ്റെ മോനെ, അല്ല ചെരുപ്പ് അവിടെ ചെന്നിട്ട് ഊരിയിടാം. ചെരുപ്പിടാണ്ട് നടന്നാ ഇല്ല. ജനിച്ചൻ്റെ എക്സ്പെൻസീവ് ചെരുപ്പായതുകൊണ്ട് ലോക്കർ മേടിക്കണമെന്നേ ഉള്ളൂ. എക്സ്ട്രാ അറ്റ് ഓണേഴ്സ് റിസ്ക് കേട്ടോ. മാനേജ്മെന്റ് ഇസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ബിലോങ്ങിങ്സ് കെപ്റ്റ് ഇൻസൈഡ് പാർക്ക് വെഹിക്കിൾസ്. പിന്നെന്തിനാ ഈ CRPF കാരന്മാരെയൊക്കെ കൊണ്ട് നിർത്തി? ആ, പക്ഷെ ഫോൺ നമ്മൾ ലോക്കറിലാക്കുമല്ലോ. ഇല്ല, ലോക്കറിലാക്കത്തില്ല. ഇതെന്തുവാ? മൊബൈൽ പൗച്ചോ? എത്ര രൂപയുടെ? 100. ഇതിനകത്ത് വെള്ളം കയറത്തില്ല. ഓക്കെ, ഗൂഗിൾ പേ ഉണ്ടോ ചേട്ടാ? ചെയ്തിട്ടുണ്ട്. വെള്ളത്തിൽ ഇറങ്ങാമോ? ഓക്കെ. ആ, വേറെ പോകുന്നില്ല. ഓക്കെ, ഇത് ഏട്ടായിട്ടാ. നിങ്ങൾ ആരൊക്കെ ഫോൺ എടുക്കുന്നുണ്ട്? ആണോ? എൻ്റെ എടുക്കുന്ന. ആ, ഓക്കെ, ഒരെണ്ണം എടുക്കും കേട്ടോ. 100 രൂപ ഗൂഗിൾ പേ. ലോക്കാക്കി അടിയിൽ കൂടെ നിരങ്ങേണ്ടി വരും. ആ, ഇവിടെ അങ്ങനെ ഞാൻ എൻ്റെ മൈക്ക് എടുത്ത് ബാഗിനകത്ത് വെച്ചിട്ടോ. ഭയങ്കര മഴ. ഇത് വെക്കാറും മൈക്ക് വാട്ടർ പ്രൂഫ് അല്ല. അപ്പോൾ വെള്ളം കയറി അടിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് ബാഗിൽ കൊണ്ട് വെച്ചു. എനിക്ക് അറിഞ്ഞൂടെ സൗണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ക്ലാരിറ്റിയോടെ കിട്ടുമെന്ന്. നമുക്ക് നോക്കാം. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടി എൻ്റെ ഫോണും ഞാൻ എൻ്റെ കവറിലാക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒടുക്കത്തെ മഴയാണ് മക്കളെ.
എനിക്കൊന്നും കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ സമയത്ത് 12:30 അല്ലേ കേട്ടോ, 12:30 കഴിഞ്ഞു. ഞാനും ബിജിലും ഞങ്ങൾ കയറിയപ്പോൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്തൊരു വണ്ടർലയിലെ ബെസ്റ്റ് 3 റൈഡുകളായിരുന്നു കേട്ടോ. ഓ എൻ്റെ പൊന്നോ, ആ റീക്കോയിലാണെങ്കിൽ കുലുക്കി കളഞ്ഞില്ല ഇവിടെ. ജിബിനച്ചേഷനായിരുന്നു ഞങ്ങളുടെ വീഡിയോഗ്രാഫർ. അപ്പോൾ ഞങ്ങൾ അടുത്ത റൈഡല്ല, ഞങ്ങളിപ്പോൾ ഒരു 3D ഇതിൽ കയറിയേ. എനിക്കാണെങ്കിൽ ഒന്നും തോന്നില്ല. ഞാൻ ലിറ്ററലി മറ്റേ മിസ്റ്റർ ബീൻ്റെ ഒരു സീനില്ലേ, മറ്റേ ഹൊറർ പടം കാണാൻ പോകുമ്പോൾ എല്ലാവരും കിടന്ന് അലറി വിളിക്കും, മിസ്റ്റർ ബീൻ മാത്രം ഇങ്ങനെ ഇരിക്കും. സെയിം അവസ്ഥയായിരുന്നു എൻ്റെ. കാരണം റീകോയിലൊക്കെ കയറിയിട്ടേ ഇവിടെ കയറിയപ്പോൾ പ്രത്യേകിച്ച് ഒരു ഒന്നും ഫീൽ ചെയ്തില്ല. ജിബിനച്ചാച്ചന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന ആയതുകൊണ്ടല്ലായിരുന്നു. ഈ ജിബിനച്ചാച്ചന് നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുപോകാം. തലവേദന ഞാൻ കയറത്തില്ല. പേടി എനിക്കും ഉണ്ടോ പിച്ചിലെ, പക്ഷെ ചെയ്യണമെന്നുള്ള താല്പര്യമാണ്. എൻട്രി ആണോ ഇത്? ഓ മൈ ഗോഡ്, റോങ് ഡയറക്ഷൻ. എൻ്റെ കണ്ണാടി ഞാൻ ഊരി വെച്ചു. അതുകൊണ്ട് എന്താ പറയുമോ, എനിക്ക് ബ്ലറാണ്, പകുതി കാര്യങ്ങളും ബ്ലറാണ്. അപ്പോൾ അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. കണ്ണാടി വെച്ചുകൊണ്ട് റൈഡിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു, കണ്ണാടി പിന്നെ പോക്കാം. യെസ്, ഇനി നോക്കണ്ട, ഇനി കൊച്ചു റൈഡിലൊക്കെ കയറാമെന്ന് വെച്ച്, മറ്റേ ഈ കാർ ഓടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, നൊസ്റ്റ് പരിപാടികളിലൊക്കെ ഒന്ന് കയറാമെന്ന് വെച്ചേ.
ഓ, ഇവിടെ കൊച്ചി കാണാം. ഇൻഫോ പാർക്ക്, മറ്റേ റിഫൈനറി, ഫുൾ കൊച്ചി കാണാം ഇവിടുന്ന്. എന്താ അളിയാ, നമ്മൾ കണ്ടോ റീക്വലുണ്ടോ? ഇവിടം വരെ നമ്മൾ പോയതുണ്ടായിരുന്നോ? എൻ്റെ മോനെ, നമ്മളത്ര ഹൈറ്റ് പൊങ്ങിയായിരുന്നു കണ്ടോ. ആ അയ്യോ, ഇതുണ്ട്. വാട്ടർ റൈഡ്സ് ഇത്രയൊക്കെ ഉണ്ട് കേട്ടോ. ബഹിരാകാശത്തിരുന്ന് ഞാൻ വ്ളോഗ് ചെയ്യാണ് ഗൈസ്. ആ സംഭവം വാട്ടർ റൈഡ്സ് ഇത്രയേ ഉള്ളൂ അല്ലേ? ഇത്ര ഏരിയ ഉള്ളൂ വാട്ടർ റൈഡ്സ്. എൻ്റെ മോനെ, ഇതാണ് വ്യൂ, രക്ഷയില്ല. ഇനി ഒരു ഫ്രീ ഫോൾ കാണാം അല്ലയോ? ഞാൻ അറ്റാക്ക് ഒന്ന് ചാവും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഗാലാൻഡിൻ്റെ ഫുൾ സ്ട്രക്ചർ കാണിക്കാം. വണ്ടർലയാണ് ഇത് ഇത്രയും വാട്ടർ പാർക്കാണ്, ഇത്രയും ലാൻഡ് റൈഡ്സ് ആണ്. ആ റീകോയിലും മറ്റേ ആ കറങ്ങുന്ന സാധനത്തിലും മറ്റേ ആ പോള് കണ്ട അവിടെയും ഞാനും ബെച്ചിലും കയറിയതാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് റൈഡ്സ് ആണ്. അവിടെ കാണുന്നതൊക്കെ റിഫൈനറിയാണ്, കൊച്ചിൻ റിഫൈനറി. അത് ഇൻഫോ പാർക്കാണ്, കൊച്ചിൻ ഇൻഫോ പാർക്ക്. അങ്ങനെ സമയം 1:30 ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകട്ടോ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ബിരിയാണി കഴിക്കാമെന്ന് വെച്ച് നിൽക്കുമായിരുന്നു. പക്ഷേ ബിരിയാണി അത്രയും വർത്തായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല കേട്ടോ. ഒരു ബിരിയാണി ഇങ്ങനെ ഒരു 400 രൂപയോളം വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് തൊട്ടപ്പുറത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അത് കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് ഞാൻ തോന്നുന്നു. അതുപോലെ എനിക്കൊന്ന് അവിടെ സ്കൂൾ കൗണ്ടർ എന്തോ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കയറുന്നില്ല. ഈ വേപ്പൂളുണ്ട് ഫ്രണ്ടിൽ, നിങ്ങൾക്ക് കാണാം അവിടെ ഒരു വേപ്പൂളുണ്ട്. വേപ്പൂളിൻ്റെ അപ്പുറത്തൊരു ഇതുണ്ട്, റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കാം എന്ന് വെച്ച് നിൽക്കുന്നു. ഇപ്പം ഞങ്ങൾ വന്ന സമയത്തുണ്ടല്ലോ ഇവിടെ ഒട്ടും വെയിലില്ലായിരുന്നു, നല്ല കാലാവസ്ഥയാണ്. പക്ഷേ ഇപ്പം വെയിലടിച്ച് തുടങ്ങി മക്കളെ. ഞങ്ങളിപ്പോൾ ഒരു സ്ഥാനത്ത് കയറി, അവിടെ നിന്ന് പുള്ളി ഞങ്ങൾ ബുൾസയായി. യെസ്. അപ്പോൾ ഒരു കാര്യം കൂടെ കാണിക്കാം. ഇതാണ് നമ്മുടെ വണ്ടർലയുടെ ഫുൾ നക്ഷ എന്ന് വെച്ചാൽ മാപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നവർക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത്. യെസ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഇതാണ് ഞങ്ങളുടെ ഉച്ചയൂണ്. ഇതാണ് ഞങ്ങളുടെ ഉച്ചയൂണ്. ജിബിനച്ചന് ബിരിയാണി ഇഷ്ടമാണോ? ബിജിലേ കഴിക്കുക അടിച്ച് കയറി. ആ മുട്ട കബാബ്, പിന്നെ സ്വീറ്റും ഉണ്ട് കേട്ടോ, ഗുലാബ് ജാമുനും ഉണ്ട്. അമ്മേ സോറി ഡിങ്കടി. അയ്യേ വേണ്ടടാ ഇതില്. എടാ പോടാതി കയ്യിൽ പോയേ ദൈവമേ. യെസ്, അങ്ങനെ വീഗാലാൻഡ് അല്ല വണ്ടർലയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. മുടിയൊക്കെ അലമ്പായിട്ടിരിക്കുക. ക്ലോറിനുണ്ടല്ലോ ഇവിടെ മുടിയിൽ. മുടി ഡ്രൈ ആകുമ്പോൾ ഭയങ്കരമായിട്ട് കട്ടിയാവുന്നു. ഇപ്പം വീട്ടിൽ ചെന്ന് കുളിച്ചില്ലേ ശരിയാവത്തില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു എയർബിഎൻബി ബുക്ക് ചെയ്തിട്ടുണ്ട് കടവന്ത്രയിൽ. നേരെ അവിടെ പോവാം, അതാണ് അവിടുത്തെ പരിപാടി. ഈ ബാഗും കാര്യങ്ങളും ലഗേജെല്ലാം അവിടെ ഫിക്സ് ആക്കിയിട്ട് എന്തോ ഇനി മുമ്പോട്ടുള്ള പരിപാടി എന്ന് ഭൂമി എന്ന് ചിന്തിക്കാമെന്ന് വെച്ചിരിക്കുന്നു. നമുക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ആരുണ്ട്? മെറ്റി ചേച്ചി എപ്പോഴാണ് വരുന്നത്? ചേച്ചി പോകുന്ന വഴിക്ക് പിക്ക് ചെയ്തോണ്ടോ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാൻ. ചേച്ചി കൊച്ചിയിലുണ്ടല്ലോ, അപ്പോൾ ചേച്ചീനെ ഇവിടുന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകാം എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. എൻ്റെ അമ്മേ, അങ്ങനെ ഞങ്ങൾ എയർബിഎൻബിയിൽ എത്തിയിരിക്കുകയാണ്. ആക്ച്വലി ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റ് കേട്ടോ. 2 ദിവസത്തിന് ഞങ്ങൾ ഇവിടെ ആയിരിക്കും. ഏട്ടത്തിനെ ഞങ്ങൾ പിക്ക് ചെയ്തിരിക്കുകയാണ്. യെസ്.
അപ്പോൾ ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് Airbnb. ഇവിടെ ഒരു നല്ലൊരു ലിവിങ് റൂമുണ്ട്, ഒരു ഡൈനിങ് ഏരിയ, കിച്ചണുണ്ട്, ആൻഡ് ഇവിടെ 2 ബെഡ്റൂമുണ്ട് ഇവിടെ അവിടെയായിട്ട്. നൈസ് നൈസ് നൈസ്. ഡമ്മേ അടിപൊളി. ജിബിൻ്റെ ചേച്ചൻ ബിജിലൊന്നും കാണുന്ന പോലും ഇല്ല, ഇരുട്ടായതുകൊണ്ടാണ്. അതെന്താ വെച്ചാൽ റേസസ് കമൻ്റ് അടിക്കുന്നത്? മോശം 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 മോശം. കൊള്ളാം കേട്ടോ, അത്യാവശ്യം നല്ലൊരു ഇതാട്ടോ, ഫ്ലാറ്റാട്ടോ, ഇഷ്ടപ്പെട്ടു, കൊള്ളാം. കിടിലോസ്കി. അയ്യോ, ഇനി എന്താ നമ്മുടെ അടുത്ത പരിപാടി എന്താ വെച്ചാ? ആണല്ലേ, അപ്പോൾ ചേച്ചി താണ്ട് കുക്ക് ചെയ്യും. അപ്പോൾ തുടങ്ങിക്കോ. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അടിപൊളി. ആൻഡ് നിങ്ങളെ ഞാൻ എക്സ്ക്ലൂസീവ് വേറെ സാധനം കാണിക്കാം. ഇത് നിങ്ങൾ കണ്ട് പേടിക്കൊന്നും വേണ്ട, ഇതെല്ലാം കാലിക്കുപ്പിയാണ്. ആൻഡ് ഇത് കൊള്ളാം, ഒരു മൂലയ്ക്ക് ഇങ്ങനെ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു ആൻറ്റിക് സാധനം ഇവിടെ ഉണ്ട്. നമ്മുടെ പണ്ടത്തെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഇത് പെട്ടിക്ക് എന്താ പറയുന്നത്? കാലിപ്പെട്ടി. ആ ശരിയാ, പത്തായപ്പെട്ടിയോ? അല്ലേ, നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് അതിന്റെ കണ്ടീഷൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ റൂം ടൂർ കാണിക്കാം. ഏതാ ഞങ്ങളുടെ റൂം, ഏതാ നിങ്ങളുടെ റൂം? നമുക്ക് ഈ റൂം എടുക്കാടാ. യെസ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. ഓ മൈ ഗോഡ്. ഇനി പരിപാടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഓർഡർ ചെയ്ത് മേടിച്ച് കഴിക്കണം, എന്നിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. രാവിലെ ഇറങ്ങിയതല്ലേ, രാവിലെ 6 മണിക്ക് ഇറങ്ങിയതാണ്, ഒന്നും ഉറങ്ങിയത് പോലുമില്ല. ശരിക്കും പരിപാടികൾ നാളെയാണ്. നാളെയല്ലേ ഫിഫയുടെ ഫൈനൽ എന്ന് വെച്ചാൽ നാളെയല്ല, രാത്രിയാണ്. നാളെ രാത്രി പരിപാടി ഉണ്ട്. അപ്പോൾ നോക്കട്ടെ, എവിടെയെങ്കിലും ടിക്കറ്റ്സ് കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഐദർ വല്ല മോളിലോ അല്ലെങ്കിൽ വല്ല തിയേറ്ററിലോ പോയി ഫിഫ ഫൈനൽ കാണണമെന്നൊക്കെ വെച്ചിരിക്കും. എന്താ പിന്നെ രാവിലെ ഇവിടെ ചുമ്മാ ഇങ്ങനെ ഒന്ന് റോം ചെയ്യണം. അതൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ വ്ളോഗ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ അടിപൊളി കോണ്ടൻറ്റ്സൊക്കെ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്കിനി എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം, എന്ന് വെച്ചാൽ നാളെ കാണാം. അതുവരയ്ക്കും ബൈ.